ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ വെറുതെ 4 മാർക്ക് കളയണ്ട കേട്ടോ. ജസ്റ്റ് ഇതിന്റെ കോൺസെപ്റ്റും ഫോർമുലയും നോക്കി വെച്ചോ, ഈസി ആയിട്ട് മേടിക്കാം 4 മാർക്സ്. ഇതൊന്നുമില്ല, നിങ്ങളോട് ജോമെട്രിക് സീക്വൻസ് ആണെന്ന് അറിഞ്ഞാൽ അതിന്റെ ഫസ്റ്റും ലാസ്റ്റും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ടേംസിനും നമ്മൾ എന്താ പറയുന്നത്, ജോമെട്രിക് മീൻസ് എന്ന് പറയും. അതിന്റെ എത്ര ജോമെട്രിക് മീൻസ് ആയിക്കോട്ടെ, അതിന്റെ പ്രോഡക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേമിന്റെ പ്രോഡക്റ്റ് എടുക്കണം. എന്തെടുക്കണം? ഫസ്റ്റും ലാസ്റ്റും 1 16 പ്രോഡക്റ്റ് എടുക്കണം. എന്നിട്ട് റേസ് ടു n എടുക്കണം. ഈ n എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എത്ര ജോമെട്രിക് മീൻസ് ഉണ്ട്, എത്രയുണ്ട് സ്റ്റുഡൻസ്? 3 കൊടുക്കണം. സോ എന്ത് വരും? റൂട്ട് ഓഫ് 16 ഓൾ റേസ് ടു 3 ആണ് ABC എന്ന് പറയുന്ന n ജോമെട്രിക് മീൻസിന്റെ പ്രോഡക്റ്റ്. സോ എന്താണ് നമുക്ക് വേണ്ടത്? ക്യൂബ് റൂട്ട് ഓഫ് ABC ആണ്. ഓക്കെ, സോ ABC ഓൾ റേസ് ടു എന്തെടുക്കണം? വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഇൻ ദ എക്സ്പോണന്റ്? 1/3. സോ ഇതിനൊരു 1/3 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ 1/3 ഈ 3 കട്ട് ചെയ്ത് ബാക്കി വരുന്ന എന്തേ ഉള്ളൂ? റൂട്ട് 16. സോ ആൻസർ ഈസ് 4. ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ? സോ ജസ്റ്റ് ഷോർട്ട് നോട്ട് എഴുതി വെച്ചോളാം. 4 മാർക്സ് ഷുവർ ആണ് കേട്ടോ, ഇങ്ങനത്തെ റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ വന്നാൽ.